നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയെ പലപ്പോഴും കുഴപ്പങ്ങളിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ആളാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ മണിശങ്കർ അയ്യർ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലും ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലും രാജീവ് ഗാന്ധി നടത്തിയ മോശം പ്രകടനങ്ങൾ കാരണം അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ രാജീവ് ഗാന്ധിയുടെ സഹപാഠി കൂടിയായ മണിശങ്കർ അയ്യർ പറഞ്ഞത്. 2 തവണ തോറ്റ ഒരാൾ എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നും അദ്ദേഹം ആലോചിച്ചിരുന്നു അത്രേ. ഇതിൽ നിന്ന് നെഹ്റു കുടുംബം ജനങ്ങളെ വിശ്വസിപ്പിച്ച ഓരോ കള്ളങ്ങളായി പൊളിയുകയാണ്. എന്നാൽ മണിശങ്കർ അയ്യർ പറഞ്ഞ കാര്യങ്ങൾ BJP ഏറ്റെടുത്തിരിക്കുകയാണ്. 2014 BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദിയെ നിർത്തിയപ്പോൾ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരിൽ മുൻപന്തിയിൽ മണിശങ്കർ അയ്യർ ഉണ്ടായിരുന്നു. മോദി ബിരുദാനന്തര ബിരുദം നേടിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും എന്തുമാത്രം അധിക്ഷേപങ്ങളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത്. ചായക്കടകാരൻ ഇന്ത്യ ഭരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ വ്യാജ പ്രചരണം നടത്തി. എന്നാൽ സ്വന്തം അച്ഛനായ രാജീവ് ഗാന്ധിക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത് എന്ന് ഓർത്തു നോക്കാൻ രാഹുൽ ഗാന്ധി മറന്നുപോയി. 21ാം നൂറ്റാണ്ടിലും നരേന്ദ്രമോദി ഒരിക്കലും പ്രധാനമന്ത്രിയാകില്ലെന്ന് മണിശങ്കർ അയ്യർ അന്ന് പറഞ്ഞിരുന്നു. AICC ആസ്ഥാനത്തൊരു ചായക്കട തുടങ്ങിത്തരാം, വന്ന് ചായ വിറ്റോളാൻ മോഡിയെ പറഞ്ഞ ആളാണ് ഈ മണിശങ്കർ അയ്യർ. താരതമ്യേന പാസ്സാവാൻ എളുപ്പമുള്ള കേംബ്രിഡ്ജിൽ പോലും തോറ്റ രാജീവ് ഗാന്ധിയെ കുറിച്ച് അറിയാഞ്ഞിട്ടും മോദിക്കെതിരെ ഇത്തരം വ്യാജ പ്രസ്താവനകൾ നടത്തിയത് ശരിയാണോ അയ്യരെ? സത്യമെന്നായാലും മറനീക്കി പുറത്തു വരുമെന്ന കാര്യത്തിൽ വാസ്തവമുണ്ടെന്ന് തോന്നിയത് ഇപ്പോഴാണ്. രാജീവ് ഗാന്ധി അന്തരിച്ച് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം മറനീക്കി പുറത്തു വന്നത് അതിന് ഉദാഹരണമാണ്. നെഹ്റു കുടുംബമായതുകൊണ്ട് തന്നെ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ പൊതുജനങ്ങളെ മണ്ടരാക്കുകയായിരുന്നു നെഹ്റു കുടുംബം. യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യതകൾ പോലും ഒളിച്ചുവെച്ച് നഖത്തിനിടയിൽ പോലും കള്ളം സൂക്ഷിക്കുന്ന നെഹ്റു കുടുംബത്തിനോട് പുച്ഛം മാത്രം. നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കാൻ നടന്ന് സ്വയം നാറുകയാണ് കോൺഗ്രസും നെഹ്റു കുടുംബവും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.